ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളാൽ സ്വന്തം പേര് കൊത്തിവെക്കാൻ കൊതിച്ച ഒരു ലോക നേതാവിന് കാലം കരുതിവെച്ച ഏറ്റവും വലിയ പരിഹാസമായി ട്രംപിന്റെ ഈ വീഴ്ച മാറുകയാണ്. അഹങ്കാരത്തിന്റെ ഗോപുരത്തിന് മുകളിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കാമെന്ന് മോഹിച്ച ഒരു ഭരണാധികാരിക്ക് ഒടുവിൽ യാഥാർത്ഥ്യത്തിന്റെ കൈപ്പേറിയ മരുന്നാണ് കുടിക്കേണ്ടി വന്നിരിക്കുന്നത്. വാക്കുകളിൽ ആയുധത്തിന്റെ മൂർച്ചയും ഭാവത്തിൽ സാമ്രാജ്യത്വത്തിന്റെ ഗർവം നിറച്ച ട്രംപ് ഇന്ന് ലോകവേദിയിൽ നിസ്സഹായനായി നിൽക്കുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം പരാജയമല്ല, മറിച്ച് പൊള്ളയായ വാഗ്ദാനങ്ങളുടെയും അമിത ആത്മവിശ്വാസത്തിന്റെയും തകർച്ച കൂടിയാണ്. വിറപ്പിക്കാൻ വന്നവർ വിറച്ചു നിൽക്കുന്ന ഈ കാഴ്ച അധികാരം എന്നത് കേവലം ഭീഷണിയല്ലെന്നും ചരിത്രമെന്നും സത്യത്തിന്റെ വശത്താണെന്നും ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. യുദ്ധക്കളത്തിലെ ഗർജനങ്ങളെക്കാൾ മൂർച്ചയുള്ള തന്ത്രങ്ങൾ കൊണ്ട് ലോകശക്തികളെ മുട്ടുകുത്തിക്കുന്ന കാഴ്ചയാണ് ഇറാന്റെ നിബന്ധനകളിൽ നിഴലിക്കുന്നത്. വെറുമൊരു സമാധാന കരാറിനായുള്ള യാചനയല്ലിത്, മറിച്ച് വൻ ശക്തികൾ തീർത്ത ഉപരോധങ്ങളുടെ കോട്ടകളെ തകർത്തെറിയാനുള്ള ഒരു രാഷ്ട്രത്തിന്റെ നിശ്ചയദാർഢ്യമാണ്. ഹോർമോസ് കടലിടുക്കിലെ തങ്ങളുടെ ആധിപത്യം ഒരടി പോലും വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടും യുറേനിയം സമ്പുഷ്ടീകരണം എന്ന ആണവ സ്വപ്നങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം വേണമെന്ന വാശിയും ലോക പോലീസ് ചമഞ്ഞു നടക്കുന്നവർക്ക് നേരെ ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളി തന്നെയാണ്. ഓരോ നിബന്ധനയും വെറും വാക്കുകളല്ല, മറിച്ച് ആഗോള അധികാര സമവാക്യങ്ങളെ മാറ്റിവരയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയ മിസൈലുകൾ തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ തന്നെ അമേരിക്ക ആക്രമണമില്ലായ്മയ്ക്ക് തത്വപരമായ ഉറപ്പ് നൽകണമെന്ന നിർബന്ധവും, ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണം തുടരുമെന്ന വ്യവസ്ഥയും, യുറേനിയം സമ്പുഷ്ടീകരണ അവകാശത്തിന്റെ അന്താരാഷ്ട്ര അംഗീകാരവും പ്രാഥമിക ദ്വിതീയമായ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണമെന്ന ആവശ്യങ്ങളുമെല്ലാം ഈ നീക്കത്തിന്റെ കേന്ദ്രത്തിൽ തന്നെ നിലനിൽക്കുന്നു. അതിനൊപ്പം UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളും IAEA ബോർഡ് ഓഫ് ഗവർണർമാരുടെ തീരുമാനങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടും, ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും, മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം പിൻവലിക്കണമെന്ന നിർദ്ദേശവും, ലെബനൻ അടക്കമുള്ള എല്ലാ മുന്നണികളിലുമുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ചേർന്നപ്പോൾ ഇതൊരു സമഗ്രമായ രാഷ്ട്രീയ സൈനിക പ്രഖ്യാപനമായി മാറി. അമേരിക്കയും സഖ്യകക്ഷികളും വർഷങ്ങളായി പണിതുയർത്തിയ ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ ഓരോന്നായി അഴിച്ചുമാറ്റണമെന്ന ഇറാന്റെ ആവശ്യം സാമ്രാജ്യത്വത്തിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം കൂടിയാണ്. ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെയും കരിനിയമങ്ങളെ ചവിട്ടുകൊട്ടയിലേക്ക് എറിയണമെന്ന ഈ തന്റേടം ലോകത്തിന് മുന്നിൽ ഒരു പുതിയ ശക്തി കേന്ദ്രത്തിന്റെ ഉദയത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത്. തോക്കുകൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ജനത തങ്ങളുടെ നയതന്ത്ര മേശയിൽ ശത്രുവിനെ വിറപ്പിക്കുന്നത് ചരിത്രം കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇത് കേവലം നിബന്ധനകളല്ല, മറിച്ച് തങ്ങളെ തളയ്ക്കാൻ വന്നവരോട് നിങ്ങളുടെ കാലം കഴിഞ്ഞുവെന്ന ഉറക്കെ വിളിച്ചു പറയുന്ന ഇറാന്റെ കടുത്തറ്റ പ്രഖ്യാപനം കൂടിയാണ്. ഈ നിർദ്ദേശങ്ങൾ ചർച്ചയുടെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നതോടെ അമേരിക്കയുടെ നിലപാട് ഗൗരവമായ സമ്മർദ്ദത്തിലാണെന്ന വിലയിരുത്തലുകളും ഉയരുന്നു. പ്രത്യേകിച്ച് പ്രദേശത്തു നിന്നുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യം പിൻവലിക്കണമെന്ന ആവശ്യവും, ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥയും യുദ്ധത്തിന്റെ നൈതികവും രാഷ്ട്രീയമായ ചർച്ചകളെ പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. ഇത് വെറും യുദ്ധവിരാമം മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ അംഗീകാരത്തിനായിട്ടുള്ള പോരാട്ടം കൂടിയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ലെബനനിലെയും മറ്റ് പ്രദേശത്തിലെയും പ്രതിരോധ ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തി എല്ലാ മുന്നണികളിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇറാന്റെ ആവശ്യം ഇസ്രായേലിന്റെ സുരക്ഷാതന്ത്രങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതിനാൽ അമേരിക്കയുടെ നീക്കം അവരുടെ പ്രധാന സഖ്യകക്ഷിക്ക് തിരിച്ചടിയായേക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇറാന്റെ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രകടമായ ആത്മവിശ്വാസവും വിജയബോധവും ഈ യുദ്ധത്തെ അവർ ഒരു സൈനിക ഏറ്റുമുട്ടൽ മാത്രമായി കാണുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ഇതൊരു സാംസ്കാരികവും രാഷ്ട്രീയമായ പ്രതിരോധത്തിന്റെ വിജയമാണ്. ശത്രുവിനെ ചരിത്രപരമായ പരാജയത്തിലേക്ക് നയിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആഭ്യന്തര ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നതിനുമുള്ള ശ്രമമായി കാണാം. എങ്കിലും ഈ അവകാശവാദങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തുമ്പോൾ യഥാർത്ഥ അവസ്ഥ കൂടുതൽ സങ്കീർണമാണ്. യുദ്ധങ്ങളിൽ സാധാരണയായി കാണുന്നത് പോലെ ഓരോ പക്ഷവും തങ്ങളുടെ നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടുകയും എതിരാളികളുടെ നഷ്ടങ്ങളെ വലുതാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ സാഹചര്യത്തിൽ യഥാർത്ഥ വിജയം പരാജിതനും ആരെന്ന് നിർണ്ണയിക്കുന്നത് എളുപ്പമല്ല. എന്നാൽ ചർച്ചകളുടെ മേശയിലേക്ക് അമേരിക്ക എത്തേണ്ടി വന്നത് തന്നെ ഇറാന്റെ നയതന്ത്ര വിജയമായി ചിലർ കണക്കാക്കുന്നു. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ചർച്ചകൾ യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമോ, അല്ലെങ്കിൽ ഇത് താൽക്കാലിക വെടിനിർത്തലായി മാത്രം മാറുമോ എന്നത് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും. അമേരിക്കയോട് പൂർണ്ണമായ അവിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് ഇറാൻ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്നത് വ്യക്തമായതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ എളുപ്പമല്ലെന്നത് വ്യക്തമാണ്. ചുരുക്കത്തിൽ ഈ ചരിത്രപരമായ വഴിത്തിരിവുകൾ വിരൽ ചൂണ്ടുന്നത് മധ്യപൂർവ്വ ഏഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ സംഭവിക്കാൻ പോകുന്ന വൻ മാറ്റങ്ങളിലേക്കാണ്. കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്ക പരിഹാരത്തിനപ്പുറം ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ എങ്ങോട്ട് മാറുന്നു എന്നതിന്റെ കൃത്യമായ സൂചന കൂടിയാണിത്.
ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന സൈനികവും രാഷ്ട്രീയവുമായ ശക്തി സമവാക്യങ്ങൾ ഇവിടെ തകിടം മറിയുകയാണ്. ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുമ്പിൽ തളരാത്തൊരു ജനത ലോകക്രമത്തെ തന്നെ തിരുത്തിയെഴുതാൻ പ്രേരിപ്പിക്കുമ്പോൾ അത് വരും കാലത്തെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യങ്ങളെയും നയതന്ത്ര ബന്ധങ്ങളെയും പുതിയൊരു ദിശയിലേക്ക് നയിക്കുമെന്നത് ഉറപ്പാണ്. ആഗോള സാമ്പത്തിക രംഗത്ത്, പ്രത്യേകിച്ച് എണ്ണ വിപണിയിൽ ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ അതീവ ഗൗരവകരമാണ്. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കപ്പെടുന്നതോടെ ഊർജ്ജ വിപണിയിലെ തടസ്സങ്ങൾ നീങ്ങുകയും പുതിയൊരു സാമ്പത്തിക സമവാക്യം രൂപപ്പെടുകയും ചെയ്യും. ഇത് കേവലം ഒരു കരാറിൽ ഒപ്പിടുന്ന പ്രക്രിയയല്ല, മറിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്നതിന്റെ തുടക്കം കൂടിയാണ്. ലോകത്തിന്റെ ഭാവി രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്നതിൽ ഈ ചർച്ചകളുടെ ഫലം നിർണായകമാവുകയും കരുത്തരുടെ വാക്കിനേക്കാൾ തന്ത്രശാലികളുടെ നീക്കങ്ങൾക്ക് വിലയേറുന്ന ഒരു പുതിയ ലോകക്രമത്തിന് ഇത് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും.